إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, കഴിഞ്ഞ ചില ഖുത്ബകളിൽ വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. 6ാമത്തെ വിഷയം പലിശയുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഹറാമാക്കുകയും ശക്തമായ താക്കീതും ശിക്ഷകളെ സംബന്ധിച്ച പ്രതിപാദനങ്ങളും വന്നിട്ടുള്ള ഒരു വിഷയമാണ് പലിശ എന്ന് പറയുന്നത്. ഇതൊരു ഖുത്ബയിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പലിശ ഹറാമാക്കപ്പെട്ടിരുന്നില്ല. പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരുമൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. പല വിഷയങ്ങളും ഇസ്ലാം ഘട്ടം ഘട്ടമായി വിലക്കിയതുപോലെ പലിശയും മദീന കാലഘട്ടത്തിൽ മക്കം ഫത്ഹിന് ശേഷമാണ് പലിശ ഹറാമാക്കിക്കൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങിയത് എന്നതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മക്കഫത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള സംസാരങ്ങളിൽ, അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിലും പലിശ ഇടപാടുകളെ ഞാൻ എന്റെ കാലുകൾക്കടിയിൽ താഴ്ത്തുന്നു. അതിലൊന്നാമത്തേത് എന്റെ പിതൃ സഹോദരനായ മൂത്താപ്പയായ അബ്ബാസിന്റെ പലിശ ഇടപാടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിലെ തന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടാനുള്ള പലിശകളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രഖ്യാപനം നടത്തി. കിട്ടാനുള്ളതിൽ മൂലധനം മാത്രം വാങ്ങാം. നേരത്തെയുള്ള വിലക്ക് വരുന്നതിന് മുമ്പുള്ള ഇടപാടുകളിൽ നിശ്ചയിക്കപ്പെട്ട പലിശകൾ വാങ്ങാൻ പാടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ പൂർണ്ണമായും അന്ന് നിലവിലുണ്ടായിരുന്നതും അതല്ലാത്തതുമായ പലിശയുടെ ഇനങ്ങളെ ഖുർആനും ഹദീസും വിലക്കിയിട്ടുണ്ട് എന്നത് തർക്കരഹിതമായ കാര്യമാണ്. സൂറത്തു ആല ഇംറാനിലെ 130, 131, 132 ആയത്തുകളിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅക്കുലുർ റിബ അളആഫൻ മുളഅഫ, അല്ലയോ സത്യവിശ്വാസികളെ, ഇവിടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പലിശ തിന്നരുത് എന്ന് പറയുന്നത്. നേരത്തെ പലിശ വിലക്കപ്പെട്ടിരുന്നില്ല. വിലക്കപ്പെട്ടപ്പോഴുള്ള സംബോധന വിശ്വാസികളോടാണ്. അപ്പോ വിശ്വാസികൾ പ്രത്യേകിച്ച് ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെടാൻ പാടില്ല. ലാ തഅക്കുലുർ റിബ, നിങ്ങൾ പലിശ തിന്നരുത്. അപ്പൊ പലിശ തിന്നരുത് എന്ന് പറഞ്ഞാൽ പലിശയുടെ പണം തിന്നാൻ ഉപയോഗിക്കാൻ പാടില്ല, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനർത്ഥമില്ല. അങ്ങനെ വാദിക്കുന്നവരുണ്ട്. തിന്നാനും കുടിക്കാനൊന്നും പലിശ ഉപയോഗിക്കാൻ പാടില്ല. വീടുണ്ടാക്കാൻ, വസ്ത്രം വാങ്ങാൻ, പഠനത്തിന്, മറ്റു കാര്യങ്ങൾക്കൊക്കെ പലിശ ഉപയോഗപ്പെടുത്താം. കാരണം ഖുർആൻ ലാ തഅക്കുലുർ റിബ, പലിശ തിന്നരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് പണം കൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷ്യ ആവശ്യമാണ്. തിന്നുക, കുടിക്കുക എന്നതുമായി ബന്ധപ്പെട്ടത്. കാരണം ഭക്ഷണമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ പണം ഏറ്റവും അധികം മനുഷ്യൻ അത്യാവശ്യമുള്ളതും ഉപയോഗിക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് അതിന് അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാത്തതും പാടില്ല എന്ന് ആ ആയത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനൊക്കെ പുറമെ ജൂതന്മാരായ ആളുകളുടെ അവർക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏൽക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഒരു കാരണമായി ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത് വഅഖ്ദിഹിമുർ റിബ, അവർ പലിശ സ്വീകരിച്ചു, പലിശ വാങ്ങി എന്നുള്ളതുമാണ്. അപ്പോ പലിശ തിന്നൽ മാത്രമല്ല, പലിശ ഇടപാടുകൾ നടത്തുന്നതും അത് സ്വീകരിക്കുന്നതും കുറ്റകരമാണ് എന്ന് അവർ പലിശ വാങ്ങി എന്ന് ജൂതന്മാരെ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ പ്രയോഗവും എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളതും ജൂതന്മാരെ കുറിച്ച് കൃത്യമായി തന്നെ പ്രതിപാദിച്ചു എന്നതുകൊണ്ടും പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും, അത് തിന്നാനാകട്ടെ, കുടിക്കാനാകട്ടെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാകട്ടെ, വീടിനാകട്ടെ, വണ്ടിയെടുക്കാനാകട്ടെ, ഇൻഷൂറിനാകട്ടെ, ഏത് തലത്തിലാണെങ്കിലും പലിശ എന്ന് പറയുന്നത് ഹറാമാക്കപ്പെട്ട കാര്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അളആഫൻ മുളഅഫത്തൻ, ഇരട്ടികളാക്കപ്പെട്ട മടങ്ങുകളായ നിലക്ക്. ഇതിനെയും ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. മിതപ്പലിശ, അതുപോലെ തന്നെ അമിതപ്പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്കുള്ള പലിശ പറ്റും, ചെറിയ പലിശകളൊക്കെ പറ്റും. എന്നാൽ മനുഷ്യനെ നടുവൊടിക്കുന്ന തരത്തിലുള്ള ഇരട്ടിപ്പലിശ,
പരിധി വിട്ടുള്ള പലിശ പാടില്ല. അതുപോലെ വേറെയും പല വ്യാഖ്യാനങ്ങളുമുണ്ട്. എന്നാൽ അത് ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല. കൊടുക്കുന്ന മൂലധനത്തേക്കാൾ പല മടങ്ങുകളായി പല വ്യവസ്ഥകളിൽ പലിശ സ്വീകരിക്കപ്പെടുന്നു. അപ്പൊ പലിശയുടെ എല്ലാ ഇനങ്ങളും ജാഹിലിയത്തിലുള്ളതും ഇന്നുള്ളതുമായ എല്ലാ തരം ഇടപാടുകളും ഇവിടെ വിലക്കപ്പെട്ടിട്ടുണ്ട്. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. അപ്പൊ ദുനിയാവിൽ മാത്രം വിജയം കിട്ടിയാൽ പോരാ, പരലോകത്തും വിജയം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ ഇത്തരം നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. തുടർന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നത് വത്തഖുന്നാറല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിരീൻ, അവിശ്വാസികളായ ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ട നരകത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. വഅതിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എന്തിന്? അള്ളാഹുവിന്റെ കരുണ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പൊ വിജയം കിട്ടാൻ പലിശ ഒഴിവാക്കണം. ആ പലിശ ഒഴിവാക്കുക എന്നതിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവും റസൂലും കൽപ്പിച്ചിട്ടുള്ള ഇത്തരം ഇടപാടുകളൊക്കെ ഒഴിവാക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ റഹ്മത്തും ഉണ്ടാവുകയുള്ളൂ എന്ന് താക്കീതും, പലിശ ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുമ്പോൾ റഹ്മത്ത് ലഭിക്കുമെന്നുള്ള വാഗ്ദാനം കൂടി ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലിശ വാങ്ങുന്നത് സാമ്പത്തികമായ പുരോഗതിയും വർധനവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആളുകളുടെ ധാരണ അങ്ങനെയാണ്. 1000 കൊടുത്താൽ 1100 വാങ്ങുന്നത് 100 അധികം കിട്ടും, അപ്പൊ അതുകൊണ്ട് സമ്പത്ത് വർദ്ധിക്കും എന്നതാണ്. എന്നാൽ അള്ളാഹു പറയുന്നത് യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, പലിശ ഇടപാടുകളെ, പലിശ കൊണ്ടുണ്ടാകുന്ന വളർച്ചയെ അള്ളാഹു തുടച്ചു നീക്കുന്നു. പലിശ വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നില്ല. കാരണം അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യുകയില്ല. പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളോട് ചോദിച്ചാലും അത്തരം ആളുകളുടെ ജീവിതം പരിശോധിച്ചാലും ഈ കാര്യം നമുക്ക് വ്യക്തമാകും. വലിയ വലിയ സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പലിശാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുകയില്ല എന്നതാണ്. ഇന്ത്യയിൽ തന്നെ മരിച്ചുപോയ വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ ഈ കാര്യങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വയുർബി സ്വദഖാത്ത്, പണം അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോൾ അധികം വാങ്ങുക എന്ന പലിശ ഇടപാട് കൊണ്ട് ഈ അധികം കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല, അള്ളാഹു അതിനെ മായ്ച്ചു കളയും. എന്നാലോ നിങ്ങൾ ധർമ്മമായോ ദാനമായോ സക്കാത്തായോ, ഈ സദഖാത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ പെടും. അങ്ങനെ സദഖകളെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ സദഖ കൊടുത്താൽ സക്കാത്തായാലും ഐച്ഛിക ദാനമായിരുന്നാലും ശരി, അതുകൊണ്ട് സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, മാനസികമായ വളർച്ചയുണ്ടാകുന്നു, പരലോകത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കണക്കറ്റ പ്രതിഫലം ലഭിക്കുന്നു. ഇതൊക്കെ വളർച്ചയാണ്. സക്കാത്ത് എന്നതിന് വളർച്ച, ശുദ്ധി എന്നൊക്കെ അർത്ഥമുണ്ട്. അത് മുമ്പൊക്കെ പലപ്പോഴും റമളാനിലും സക്കാത്തുമായി ബന്ധപ്പെട്ടിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാം, ധർമ്മം ചെയ്യുന്നത് ഒരാൾ ഒരു ചെറിയ ഒരു വസ്തു, ഒരു ഉരുള അല്ലെങ്കിൽ ഒരു കാരക്കച്ചുള, അതിനെ ഒരാൾ ധർമ്മം ചെയ്താൽ അള്ളാഹു അതിനെ ഒരു കുതിരക്കുട്ടിയെ എങ്ങനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നുവോ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സദഖയെ സ്വീകരിക്കുകയും അതിനെ വളർത്തി 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 ചില ഹദീസുകളിൽ വലിയ മലകൾ പോലെ അതിനെ വളർത്തി വലുതാക്കുകയും, എന്നിട്ട് ഈ ഒരു ഉരുള അല്ലെങ്കിൽ ഒരു കാരക്കച്ചുള കൊടുത്തതിന്റെ കൂലിയല്ല, അള്ളാഹു അതിനെ എത്ര കണ്ട് വളർത്തുന്നുവോ ആ വളർത്തിയതിന്റെ കൂലിയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ? യുർബി സ്വദഖാത്ത്, സദഖകളെ അള്ളാഹു വളർത്തുന്നു. എന്നാൽ പലിശയെ അള്ളാഹു തുടച്ചു നീക്കുന്നു, മായ്ച്ചു കളയുന്നു. ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അദീം. ഈ പലിശ ഇടപാട് നടത്തുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാഫിറിനെ, കഫാർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് അവിശ്വാസി, കടുത്ത അവിശ്വാസി, മറ്റൊന്ന് കടുത്ത നന്ദി കെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ സമ്പത്തിന് പലിശ ഇടപാടിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവൻ അള്ളാഹു നൽകിയ സമ്പത്തിൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ്. അപ്പൊ രണ്ടർത്ഥങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അഫീമുൻ, അതോടൊപ്പം അവൻ കടുത്ത പാപിയും കുറ്റവാളിയുമാകും. ഇപ്പൊ നന്ദി കെട്ടവൻ അല്ലെങ്കിൽ അവിശ്വാസി, അതോടൊപ്പം പാപി, ഈ രണ്ട് വിശേഷണങ്ങളാണ് പലിശ ഇടപാടുകൾ നടത്തുന്നവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സൂറത്തുർ റൂമിലെ 39-ാമത്തെ ആയത്തിൽ ഒമാ ആതൈതും മിർ റിബൻ ലിയർബു ഫീ അംവാലിന്നാസ് ഫലാ യർബു ഇൻദല്ലാഹ്, ജനങ്ങളുടെ ധനത്തിൽ വളർച്ചയുണ്ടാകാൻ വേണ്ടി പലിശയിൽ നിന്ന് അല്ലെങ്കിൽ വളർത്തുധനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് അള്ളാഹുവിനടുക്കൽ വളർച്ച പ്രാപിക്കുകയില്ല. അപ്പോ ഈ ആതൈതും മിർ റിബൻ, പലിശയിൽ നിന്ന് നൽകുക. റിബ എന്ന വാക്കിന് ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയതായി കാണാം. ഒന്ന്, ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന പലിശ. അപ്പൊ ജനങ്ങളുടെ ധനത്തിൽ നിന്ന് വളർച്ചയുണ്ടാകാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശ, പലിശയിൽ നിന്ന് എന്ത് നൽകുന്നുവോ അത് എന്ന് പറഞ്ഞാൽ പലിശ ഇടപാടിൽ നൽകപ്പെടുന്ന പലിശ കൊണ്ട് അതുകൊണ്ട് ഒരു വളർച്ചയും ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, ആളുകൾക്ക് സഹായം ചെയ്യുന്നു. ഈ സഹായം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്നല്ല ഉദ്ദേശം, മറിച്ച് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൂടുതൽ കിട്ടും എന്ന ഉദ്ദേശത്തോടുകൂടി. അപ്പൊ കൊടുക്കുന്ന ആളെ ലക്ഷ്യം എന്താ? ഞാൻ 1000 കൊടുത്താൽ എനിക്ക് അയാൾ തിരിച്ചു വരുമ്പോ 1500 2000 തരും. അപ്പൊ അധികം കിട്ടും. അതൊരു തരം വളർച്ചയുണ്ടാകാൻ, കൊടുക്കുന്ന അള്ളാഹിന്റെ കൂലിക്കല്ല, മറിച്ച് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൂടുതൽ കിട്ടും. ആ വളർച്ചയെ ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്താൽ അത് അള്ളാഹുവിനടുക്കൽ ഒരു ഗുണവും അല്ലെങ്കിൽ അള്ളാഹുവിനടുക്കൽ അത് വളരുകയില്ല. അപ്പൊ പലിശയെ സംബന്ധിച്ചും പലിശയല്ലാത്ത
അല്ലാതെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനെ കുറിച്ച് രണ്ട് വ്യാഖ്യാനങ്ങൾ ഇവിടെ കാണാം. അതായത് സാധാരണ നമ്മൾ കല്യാണം നടത്തുമ്പോ സാധുക്കളായ ആളുകളുടെ കല്യാണത്തിന് കല്യാണ വീട്ടിൽ ചെന്നാൽ ആളുകൾ പൈസ കൊടുക്കും. കവറുണ്ടാവും. ഇന്നിപ്പോ കവറൊക്കെ പോയിട്ട് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് മാറി വലിയ പെട്ടികളൊക്കെ വെച്ച് കാണാം. അതുപോലെ ഒരു വീട്ടിൽ താമസമാക്കുന്നുണ്ടെങ്കിൽ അവിടെ സഹായം കൊടുക്കും. പേരെ എഴുതിയിട്ട് കൊടുക്കുക. എന്തിനാ കൊടുക്കുന്നത്? ഇങ്ങോട്ട് കിട്ടേണ്ടതില്ല എന്ന ഉദ്ദേശത്തോട് കൊടുക്കുകയാണെങ്കിൽ അത് യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അത് വളർച്ച പ്രാപിക്കും. എന്നാൽ ഞാനിപ്പോ 1000 കൊടുത്താൽ കുറെ കഴിയുമ്പോ എനിക്കൊരു ആവശ്യം ഉണ്ടാവുമ്പോ അല്ലെ എന്റെ മകളെ കിട്ടിക്കുമ്പോ ഞാൻ വീട്ടിൽ കൂടുമ്പോ എനിക്ക് അതിന് 1 പവൻ കൊടുത്തതിന് 2 പവൻ കിട്ടും, 1000 കൊടുത്തതിന് 1500 കിട്ടും, അല്ലെങ്കിൽ കിട്ടണം എന്ന ഉദ്ദേശത്തോടോ ആ ലക്ഷ്യത്തോടോ കൂടിയാണ് ഒരുത്തം കൊടുക്കുന്നതെങ്കിൽ അത് അള്ളാഹിന്റെ അടുക്കൽ വളർച്ചയുണ്ടാകുന്ന. കാരണം ധർമ്മമായി കൊടുത്തതല്ല, കൂടുതൽ ഇങ്ങോട്ട് കിട്ടാനാണ്. അപ്പൊ ഈ രണ്ടെണ്ണയിൽ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഒന്ന് പലിശയെ സംബന്ധിച്ചാൽ. എന്നാലോ വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സക്കാത്തിൽ നിന്ന് എന്ത് നൽകുന്നുവോ ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, ആ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് സക്കാത്ത് കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇരട്ടിപ്പിക്കുന്നവർ. അപ്പൊ സദഖയും സക്കാത്തും വളരുന്നു, അത് മാന്യം സംഭവിക്കുന്നില്ല, പലിശ വളരുകയില്ല, അള്ളാഹു അതിന് വളർച്ച നൽകുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഗുണം കിട്ടുകയില്ല. പിന്നെ പലിശ ഇടപാട് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരാൾക്ക് പണം ആവശ്യമുണ്ട്, അവന്റെ കയ്യിൽ പണമില്ല. മറ്റൊരുത്തരുടെ കയ്യിൽ അള്ളാഹു നൽകിയ പണമുണ്ട്, അവൻ അത് വായ്പ വെച്ചാൽ കൊടുക്കൂല. അപ്പൊ കൊടുക്കും എങ്ങനെ? ഞാൻ 1000 തന്നാൽ എനിക്ക് 1010, 1100 എത്രയാണോ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര പൈസ കൂടുതൽ തരണം. അപ്പൊ ആവശ്യക്കാരൻ അവന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി പലിശക്ക് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ഇവന് ഞാൻ അധ്വാനിച്ച പണം എന്തിനാണ് വെറുതെ വായ്പയായി കൊടുക്കുന്നത്? അപ്പൊ ഞാൻ കൊടുത്താൽ എനിക്ക് അധികം കിട്ടണം എന്ന മോഹം, ആർത്തി കാരണത്താൽ അവൻ വായ്പയായി കൊടുക്കാത്തവൻ പലിശക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു. ഇത് മനുഷ്യന്റെ പ്രകൃതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളൈഫഹു ലഹു അളഅഫൻ കതീറ വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. ആരാണോ അള്ളാഹുവിന് കടം കൊടുക്കുന്നത്, നല്ല കടം, ആ കടം കൊടുക്കുന്നവന് അള്ളാഹു ധാരാളം ഇരട്ടികൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. ദുനിയാവിലും കൊടുക്കും, പരലോകത്തും കൊടുക്കും. അള്ളാഹു പിടിച്ചു വെക്കുന്നവനാണ്, പരത്തി വിശാലമാക്കി കൊടുക്കുന്നവരുമാണ്. അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ പണം അത് ചുരുക്കാൻ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹു ആർക്ക് പണം കൊടുക്കാതിരുന്നുവോ അവന്റെ പണത്തെ വിശാലമാക്കാനും അള്ളാഹ്ക്ക് സാധിക്കും. നിങ്ങൾക്കുണ്ടായതും മറ്റവനില്ലാതായതും നിങ്ങളുടെ കഴിവ് കൊണ്ടോ ദോഷം കൊണ്ടല്ല, അള്ളാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു തന്നെ നിങ്ങൾ പിടിച്ചു വെക്കേണ്ടതില്ല. ഇന്നത്തെ പണക്കാരൻ നാളത്തെ കടം വാങ്ങുന്നവനാകും. ഇന്നത്തെ കടം വാങ്ങുന്നവൻ നാളെ കടം കൊടുക്കാൻ, വായ്പ കൊടുക്കാൻ കഴിവുള്ളവനാകും. അതൊക്കെ അള്ളാഹ് നിശ്ചയിക്കുന്നതാണ്. അള്ളാഹുവിലേക്കാകുന്നു മടക്കം. അതുകൊണ്ട് പണത്തിന്റെ മേൽ കിബിർ കാണിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ അള്ളാഹു താക്കീത് നൽകി. അപ്പൊ ഇവിടെ എന്താണ്? അള്ളാഹുവിന് കടം കൊടുക്കുക, അള്ളാഹ്ക്ക് പൈസന്റെ ആവശ്യമല്ല. അപ്പൊ ജനങ്ങൾ വായ്പ ചോദിച്ചാൽ അവർക്ക് കടം കൊടുക്കുക എന്ന് പറയുന്നത് പുണ്യകരമായ കാര്യമാണ്. അതെന്തിനാ പറഞ്ഞത്? പലിശ പാടില്ല എന്ന് പറഞ്ഞു. പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അപ്പൊ പിന്നെന്താ പരിഹാരം? പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് വായ്പ കൊടുക്കുക, കടം കൊടുക്കുക. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ചു തരും. മാത്രമല്ല, പൈസ കടം കൊടുത്തിട്ട് അവധിക്ക് ഒരാൾക്ക് തരാൻ പറ്റുന്നില്ല എങ്കിൽ, അവന് തരാൻ കഴിയാത്ത ഒരുത്തനാണെങ്കിൽ, തരാൻ പറ്റണമെങ്കിൽ അവനോട് ചോദിച്ചു വാങ്ങണം. തരാൻ കഴിയാതെ പാപ്പറായി പോയൊരുത്തനാണ്, അങ്ങനെ ദരിദ്രനായി വായ്പ വാങ്ങി തിരിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾക്ക് ഫനളിറത്തുൻ ഇലാ മൈസറ, വായ്പ വാങ്ങിയവന് തിരിച്ചടക്കാൻ കഴിവുണ്ടാകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുക, അവൻ അവധി നീട്ടിക്കൊടുക്കുക. അതൊരു പുണ്യമാണ്. ഒരു അടുത്ത മാസം പൈസ തിരിച്ചു തരാമെന്നിട്ട് വായ്പ വാങ്ങി, അയാൾക്ക് തരാൻ കഴിയില്ല, അയാൾ പിന്നാലെ കൂടി ശല്യം ചെയ്യേണ്ട. ഇല്ലാത്തത് കൊണ്ട് തരാത്തവനാണെങ്കിൽ ശല്യം ചെയ്യേണ്ടതില്ല, ഉള്ളവനാണെങ്കിൽ ചോദിച്ചു വാങ്ങാം. ഇപ്പൊ തരണ്ട, നിനക്ക് ഉണ്ടാവുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞാൽ അത് പുണ്യകരമാണ്. ഇനി അതല്ല, വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. വായ്പ കൊടുത്തത് അവന് തരാൻ കഴിയുന്നില്ല, അവധി നീട്ടിക്കൊടുക്കുക മാത്രമല്ല, നീ അത് തരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, കാരണം നിനക്ക് തരാനില്ലായിട്ടല്ലേ, ഈ തരണ്ട, ഞാനത് വിട്ടുവന്നിരിക്കുന്നു എന്ന് സദഖയാക്കി മാറ്റിയാൽ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ കാര്യമാകുന്നു. ഇപ്പൊ വായ്പ ചോദിക്കുന്നവന് കൊടുക്കണമെന്നും കൊടുക്കാൻ കഴിയാത്തപ്പോൾ അവധി നീട്ടിക്കൊടുക്കണമെന്നും അതിന്റെ പേരിൽ പലിശ വാങ്ങാൻ പാടില്ലെന്നും അതിനും സാധിക്കാത്തവന് അത് വിട്ടുകൊടുത്ത് മാപ്പാക്കണമെന്നും ഒക്കെ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മനസ്ഥിതി പണമുള്ളവന് ഇല്ലാതാവുകയും വായ്പ വാങ്ങുന്നവൻ തിരിച്ചു കൊടുക്കുക എന്ന സൽസ്വഭാവം ഇല്ലാതായി പോവുകയും ചെയ്തപ്പോഴാണ് പലിശ ഇടപാടുകൾ വർദ്ധിക്കുന്നത് എന്നർത്ഥം. ഇനി പലിശ കൊടുത്തു അല്ലെങ്കിൽ പലിശ ഇടപാട് നടത്തി നേരത്തെ ചെയ്തവരുണ്ടാകാം, പലിശ ഹറാമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഇനി ഒരിക്കലും അയാൾ ഒരു കുറ്റത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ബാക്കിയുള്ളത് അത് നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഈ ആയത്തിലൊക്കെ ചില
പശ്ചാത്തലം ഹദീസുകളിൽ കാണാൻ പറ്റും. അതായത് പലിശ ഇടപാടുകൾ ഹറാമാക്കുന്നതിന് മുമ്പ് പലിശക്ക് വായ്പ കൊടുത്തവരുണ്ട്. അപ്പൊ അവർക്ക് മുതലും കിട്ടാനുണ്ട്, പലിശയും കിട്ടാനുണ്ട്. എന്നാൽ പലിശ പാടില്ല എന്ന് അള്ളാഹു വിലക്കി. എങ്കിൽ വിലക്കിയതിന് ശേഷം നേരത്തെ നടത്തിയ ഇടപാടിൽ എനിക്കിത്ര പൈസ തരാനുണ്ട്, അത് ചോദിച്ചു വാങ്ങാൻ പാടില്ല. കാരണം അള്ളാഹു വിലക്കി കഴിഞ്ഞു. വിലക്കിയാ പിന്നെ നിങ്ങൾക്ക് മൂലധനം മാത്രമുണ്ട്, പലിശ ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാഹു ആയത്തിറക്കി. അതാണ് വദറു മാ ബഖിയ മിനർ റിബ. പലിശയിൽ നിന്ന്, പലിശ ഹറാമാക്കിയതിനു ശേഷം പലിശയിൽ നിന്ന് എന്താണോ ബാക്കി കിട്ടാനുള്ളത് അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, വിട്ടേക്കൂ. എന്നിട്ട് അള്ളാഹു പറയുന്ന എന്താ, ഇൻ കുന്തും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ ഒരാൾ പലിശ ഇടപാട് നടത്തിയാളെന്ന് വിചാരിക്കാം. ഈ നിയമമൊക്കെ മനസ്സിലാക്കിയാൽ അള്ളാഹിനെ സംബന്ധിച്ച് പേടിണ്ടായി അയാൾ പലിശ ഇടപാടൊക്കെ നിർത്തിയാ പിന്നെ നേരത്തെ കൊടുത്തത് കൂടി ഇങ്ങോട്ട് വാങ്ങുക, അത് പറ്റൂല. നേരത്തെ കൊടുത്തത് പലിശ ഇടപാട് വ്യവസ്ഥയനുസരിച്ചാണെങ്കിൽ പോലും ഈ കാര്യം ബോധ്യപ്പെട്ട് തൗബ ചെയ്തതിനു ശേഷം പിന്നെ ആദ്യത്തേത് വാങ്ങാൻ പാടില്ല. കിട്ടാനുള്ള മൂലധനം മാത്രം വാങ്ങുക, കൊടുത്ത വായ്പ മാത്രം വാങ്ങുക. ഫൈലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, പലിശ ഇടപാട് നിർത്തുന്നില്ലെങ്കിൽ, ഇനി നിർത്തി നേരത്തെ കിട്ടിയത് വാങ്ങണം എന്നാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ, രണ്ടായിരുന്നാലും ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും അവന്റെ പ്രവാചകനിൽ നിന്നുമുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തെ നിങ്ങൾ കേട്ടുകൊള്ളുക. അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോട്? ഈ കൽപ്പനകൾ പാലിക്കാതെ പലിശ ഇടപാടുകളുമായി മുന്നോട്ട് പോകുന്നവർ. ഫൈൻ തുബ്തും, നിങ്ങൾ ചെയ്ത തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് ഇനി പലിശ വാങ്ങുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫലക്കും റൂസ് അംവാലിക്കും, മൂലധനം മാത്രം നിങ്ങൾക്ക് വാങ്ങാം, നേരത്തെയുള്ള ബാക്കി വാങ്ങാൻ പാടില്ല. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾ മറ്റുള്ളവരെ അവരോട് അനീതി കാണിക്കാൻ പാടില്ല, നിങ്ങളോട് അനീതി കാണിക്കപ്പെടാനും പാടില്ല. മൂലധനം വാങ്ങാൻ പാടില്ല എന്നാൽ അത് നിങ്ങളോട് അനീതിയാണ്, അത് ഇസ്ലാം പറയുന്നില്ല. മൂലധനം വാങ്ങാം, അവനോട് പഴയ പലിശ ഇടപാട് വീണ്ടും ചോദിച്ചു വാങ്ങുകയാണെങ്കിലോ അത് നിങ്ങൾ അവരെ ദ്രോഹിക്കലാണ്. ഇത് രണ്ടും ഇസ്ലാം പാടില്ല. ഇതിന് ശേഷമാണ് വായ്പ കൊടുത്താൽ അവൻ അവധി നീട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ തരാൻ പറ്റാത്തവനാണെങ്കിൽ വായ്പന്നെ സദഖയാക്കി വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം വീണ്ടും പറയാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, നിങ്ങൾ എന്ത് സമ്പാദിച്ചുണ്ടാക്കിയോ, എന്ത് പ്രവർത്തിച്ചുവോ അതിന്റെ പേരിൽ ഓരോ നഫ്സും പൂർണ്ണമായി അവർക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടും, ശിക്ഷയാണെങ്കിൽ ശിക്ഷ നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ ആരും അനീതിക്ക് വിധേയരാവുകയില്ല, അവരോട് അക്രമം അനീതി കാണിക്കപ്പെടുകയില്ല. ഇതൊരു താക്കീതാണ്. നന്മ പ്രവർത്തിച്ചാൽ, പലിശ ഇടപാട് നിർത്തിയാൽ, പശ്ചാത്തപിച്ചാൽ പ്രതിഫലമുണ്ട്. പലിശ തുടർന്നാൽ, പഴയ ഇടപാടിന്റെ ബാക്കി വാങ്ങിയാൽ, അത്തരം ഇടപാടുകളുമായി മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ ഒക്കൽ നിന്ന് അന്യായമല്ലാത്ത ന്യായമായ ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. ഇനി നേരത്തെ നമ്മൾ ഈ വിഷയം തുടങ്ങിയപ്പോ ഒന്നാമത്തെ പാപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഒന്നാമത്തെ കുത്തി പറഞ്ഞത്. 5 അതിന്റെ ഇനങ്ങൾ പറയുന്നതിന് മുമ്പ് അതിൽ എന്താണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, അതായത് 7 വൻപാപങ്ങൾ. ആ 7 വൻപാപങ്ങളെ കുറിച്ച് പറയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു കാര്യം വാക്കിലു റിബ, പലിശ തിന്നുക എന്നതാണ്. അപ്പൊ തിന്നുക എന്നെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നേരത്തെ ആയത്തിന്റെ കൂട്ടത്തിൽ വിശദീകരിച്ചു. അപ്പൊ 7 വൻ പാപങ്ങൾ നശിപ്പിച്ചു കളയുന്ന സബഉൽ മൂബിഖാത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ സബഉൽ മൂബിഖാത്തിൽ ഒരു ഇനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ ഇടപാടുകളെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. മറ്റ് പാപങ്ങളിൽ നിന്ന് വൻപാപങ്ങൾ കുറേയുണ്ട്. ആ വൻപാപങ്ങളിൽ 7 എണ്ണം, പിന്നെ വേറെ ചില റിപ്പോർട്ടിൽ 3 എണ്ണം കൂടി എണ്ണി 10. ഏതായിരുന്നാലും ആ 7 തന്നെ പെട്ട വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് പലിശ ഇടപാട് എന്നതാണ് ഈ ഹദീസും ബോധ്യപ്പെടുത്തുന്നത്. ഇനി ചില ഹദീസുകളിൽ സാധാരണ നമ്മൾ കേൾക്കാറുണ്ടാവും, പലിശ ഇടപാട് നടത്തുന്നവൻ അർറിബ ഇസ്നാനി വസബ്ഊന ബാബൻ, പലിശക്ക് 72 കവാടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇനങ്ങളുണ്ട്. അതിനാഹ ആ 72 ഇനങ്ങളിൽ ഏറ്റവും താഴെയുള്ള പലിശയുടെ ഇനമെന്ന് പറയുന്നത് മിസ്ലു ഇത്യാനി റജുലി ഉമ്മഹു, ഒരാൾ അവന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാകുന്നു. ഒരുത്തൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചാൽ എത്ര കണ്ട് കുറ്റകരമാണോ അത്ര കുറ്റകരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാപമാണ് പലിശ ഇടപാടിന്റെ 72 ഇനങ്ങളിൽ ഏറ്റവും താഴെയുള്ള ഇനം. അപ്പൊ അതിന്റെ മേലോട്ടുള്ള എത്ര ഗൗരവമായിരിക്കും. ഇങ്ങനെ ഒരു ഹദീസുണ്ട്. ഈ ഹദീസ് അതിന്റെ സനദുകൾ പരിശോധിച്ചാൽ അതിന്റെ എല്ലാ സനദുകളിലും ദുർബലതകളുണ്ട് എന്ന് കാണാൻ പറ്റും. എന്നിരുന്നാലും അത് ഒന്നിന്റെ ദുർബലതയെ മറ്റൊരു സനദ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്നുള്ള നിലക്ക് ഇത് സ്വീകാര്യയോഗ്യമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാരും മറ്റും വിശദീകരിച്ചിട്ടുമുണ്ട്. ആ നിലക്കാണ് ഈ ഹദീസ് കൊടുത്തിരിക്കുന്നത്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സ്വഹീഹയിൽ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ എല്ലാ സനദിലും ദുർബലതയുണ്ട്, പക്ഷെ അത് പരിഹരിക്കാവുന്ന ദുർബലതയാണ് എന്നതുകൊണ്ട് അപ്പൊ ആ ഹദീസ് സ്വഹീഹാണ്. ഈ അർത്ഥപ്രകാരം ആശയപ്രകാരം മനസ്സിലാക്കിയാൽ വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾ പലിശ ഇടപാട് അത് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹം എന്നാൽ ഇന്നിപ്പോ ഒരു
UAE-യിലാണ് ദിർഹം ഉപയോഗിക്കുന്നത്. 20, 22, 23 ഉറുപ്യ നമ്മളെ ഇന്ത്യൻ കറൻസിക്ക് തുല്യമായിരുന്നു. അപ്പോ ഒരു ദിർഹം, ഇനിയിപ്പോ ഒരു ദിർഹം നമ്മളെ ഭാഷയിൽ ഒരു ഉറുപ്പിയാണെങ്കിലും ശരി, അത് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ തിന്നുകയാണെങ്കിൽ അത് 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. ഈ ഹദീസ് ദുർബലമാണെന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഇത് ഹസനാണ് എന്ന് പറഞ്ഞാൽ സഹീഹിന്റെ താഴെയുള്ള സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ആയത്തുകളിൽ തന്നെ അതുപോലെ തന്നെ സഹീഹായ വേറെ ഹദീസുകളിലും ശക്തമായ താക്കീത് നൽകിയിട്ടുള്ള വിഷയമാണ് എന്ന് ബോധ്യപ്പെടും. പിന്നെ ജൂതന്മാരെ അള്ളാഹുവിന്റെ കോപവും അതുപോലെ തന്നെ അവന്റെ കുറ്റവും ഒക്കെ എണ്ണിപ്പറഞ്ഞ, കോപത്തിന് വിധേയമായതും അവരുടെ കുറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പലിശ വാങ്ങി എന്നത് കാരണമായി സൂറത്തുൻ നിസായിലെ 161 ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ പരലോകത്തുണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ പറഞ്ഞത് കാണാം. ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കാണാൻ. ചില ആളുകൾ ഇത് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതൊരു സ്വപ്നമാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലത് രണ്ടും കൂടി കൂട്ടിക്കഴിച്ച് ചില ആൾക്കാർ പറയും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നലെ രാത്രി 2 ആളുകൾ എന്റെ അടുത്ത് വന്നതായി ഞാൻ കണ്ടു. സ്വപ്നമാണ്. എന്നിട്ട് ആ 2 ആളുകൾ എന്നെ ഒരു വിശുദ്ധ ഭൂമിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ എത്തിയപ്പോഴതാ ഒരു പുഴയുടെ അടുത്ത് ഞങ്ങൾ നിൽക്കുന്നു. 2 മലക്കളുണ്ട്, നബിയുണ്ട്. ആ പുഴ വെള്ളത്തിന്റെ പുഴയല്ല, ഒരു രക്തത്തിന്റെ പുഴയാണ്. നെഹ്റും മിൻ ദമിൻ, രക്തത്തിന്റെ പുഴ. ആ പുഴയിൽ ഒരാളുണ്ട്. പിന്നെ പുഴയുടെ മധ്യത്തിലായി വേറെ ഒരാളുമുണ്ട്. അയാളുടെ അടുക്കൽ ഒരു വലിയ കല്ലുണ്ട്. ഈ രക്തപ്പുഴയിൽ നിൽക്കുന്ന ആൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഈ കല്ലുമായി നിൽക്കുന്ന ആൾ അയാൾ ആ കല്ല് എറിഞ്ഞുകൊണ്ട് ഈ രക്തക്കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പുഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവന്റെ വായിലേക്ക് ഈ കല്ലെറിഞ്ഞു. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നവൻ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ അവൻ പോകുന്നു. എവിടെയാണോ ഉണ്ടായിരുന്നത് അങ്ങോട്ട് തന്നെ ഈ കല്ലിന്റെ ഏറ് കിട്ടുമ്പോ അവൻ തിരിച്ചു പോകുന്നു. എപ്പോഴൊക്കെ അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ കല്ലുകൊണ്ടുള്ള വായയിലേക്കുള്ള ഏറ് കിട്ടും. അങ്ങനെ ഈ 2 മലക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ പുഴയിൽ കണ്ട രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രക്തപ്പുഴയിൽ നിൽക്കുന്ന ഈ ഏറ് കിട്ടുന്ന മനുഷ്യനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിലു റിബ, അവൻ പലിശ തിന്നുന്നവനാകുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുപോലെ തന്നെ പലപ്പോഴും മറ്റു പല തർക്ക വിഷയങ്ങളിലുമായി കേട്ടിട്ടുള്ള ഈ ജിന്ന് സിഹിറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേട്ടിട്ടുള്ള അതുപോലെ ജിന്ന് ബാധ, ഇതിലൊക്കെ പലരും ദുർവ്യാഖ്യാനിക്കുള്ള ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ 275 ആയത്ത്, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഹബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്. അല്ലാഹു പറയാണ്, പലിശ തിന്നുന്നവൻ എഴുന്നേൽക്കുകയില്ല ആരെപ്പോലെയല്ലാതെ പിശാച് ബാധയാൽ. മസ് എന്നാൽ ബാധ, ഭ്രാന്ത്, ഇതിനൊക്കെ പറയും. അപ്പൊ പിശാച് ബാധയാൽ പിശാച് ഏതൊരുത്തനെ മറിച്ച് തള്ളിയിടുന്നുവോ വീഴ്ത്തുന്നുവോ അങ്ങനെയുള്ള ഒരുത്തൻ എങ്ങനെയാണോ എഴുന്നേൽക്കുക അങ്ങനെയല്ലാതെ പലിശ തിന്നുന്നവൻ എഴുന്നേൽക്കുകയില്ല. അപ്പോ ശൈത്താൻ ഒരുത്തനെ ബാധ നിമിത്തം മറിച്ചു വീഴ്ത്തുന്നു. ഇത് ഖുർആന്റെ പച്ചയായ വാക്കാണ്. അതിനെ വേറെ വ്യാഖ്യാനം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അത് നിഷേധിക്കുന്ന ആളുകൾ വേറെ പല വ്യാഖ്യാനങ്ങൾ നിൽക്കുന്നു. ഞാൻ അതിലേക്ക് പോകല്ല. ഇതിന് ഇവിടെ പലിശ തിന്നുന്ന ആളുകൾ ജിന്നുബാധ അല്ലെങ്കിൽ പിശാച് ബാധ ഏറ്റവനെ പോലെ അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ മസ് ബാധിച്ചവനെ പോലെ ആണ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പൗരാണിക ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിലും ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിലും 2 അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിന്റെ മലക്കുകളുടെ വിളി കേട്ട് മഹ്ശറിലേക്ക് ഓടുന്ന സന്ദർഭത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നവൻ കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ, 2 കണ്ണും അന്ധനായ ഒരുത്തൻ എങ്ങനെ നടക്കുന്നുവോ അങ്ങനെ തപ്പിത്തടഞ്ഞ് വഴിതെറ്റി ആടിയൊലഞ്ഞ് മാത്രമേ ഖബറിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഒരു വ്യാഖ്യാനം. ഇത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. രണ്ടാമത്തേത്, പലിശ വാങ്ങുന്നവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെയാണ്, ലഹരി ബാധിച്ചവനെ പോലെ. കാരണം അവന് തലക്ക് പിടുത്തുണ്ടാവില്ല. അതുപോലെയാണ് പലിശ വാങ്ങുന്നവൻ. കാരണം എന്താ, അവന് ഹറാമും ഹലാലും നോക്കൂല, ശരിയാണോ തെറ്റാണോ നോക്കൂല, ആരോടാണ് ഇത് വാങ്ങുന്നത് എന്ന് നോക്കൂല, എന്തിനാണ് വാങ്ങുന്നത് കൊടുക്കുന്നത് നോക്കൂല. കാരണം എന്താ, അവന്റെ പണത്തോടുള്ള ആർത്തികാരണത്താൽ സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ ഭ്രാന്തൻ നടക്കുന്നത് പോലെ ആടിയുലഞ്ഞ് സഞ്ചരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താവും, ഈ സംഭവം ദുനിയാവിലുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ചോ അത് മരണത്തിന് ശേഷം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഉണ്ടാകും. ഈ 2 വ്യാഖ്യാനങ്ങളും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ഈ ഒരു അവസ്ഥ അവൻ ഉണ്ടാകും എന്നത് ഈ ആയത്തിന്റെ താക്കീതാണ്.
എന്തുകൊണ്ട് അങ്ങനെ അവസ്ഥ അവർക്കുണ്ടാകുന്നു? അതും അല്ലാഹു പറഞ്ഞു, ഖാലു ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കച്ചവടം എന്ന് പറയുന്നത് പലിശ പോലെ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പലിശ പാടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കച്ചവടവും പാടില്ല. കാരണം എന്താ? പൈസ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുക, അത് ലാഭല്ലേ? അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, അതിന് കുറച്ച് കൂടുതൽ പൈസ അങ്ങോട്ട് വാങ്ങുന്നു, എന്നാ പിന്നെ കച്ചവടവും ഹറാമന്നല്ലേ? പലിശ ഹറാമെന്ന് പറയുകയാണെങ്കിൽ കച്ചവടവും പലിശയെ പോലെ തന്നെയാകുന്നു, എങ്കിൽ കച്ചവടവും പാടില്ല എന്ന് ദുർവ്യാഖ്യാനിച്ചവർ. അപ്പൊ അന്നും അങ്ങനെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനത്തിലുള്ള മറുപടിയാണ് ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ എന്നിട്ട് പലിശ ഹലാലാക്കുന്നവർ നാളെ ഈ കോലത്തിൽ അല്ലെങ്കിൽ ദുനിയാവിൽ ആ കോലത്തിലായിരിക്കും എന്നതാണ്. എന്നാൽ അള്ളാഹു പലിശയെ ഹറാമാക്കിയിരിക്കുന്നു. ആർക്ക് റബ്ബിൽ നിന്നുള്ള ഉപദേശം വന്നെത്തിയോ എന്നിട്ട് ആ ഉപദേശം കിട്ടിയപ്പോൾ പലിശയുടെ ഇടപാടിൽ നിന്ന് അവൻ വിരമിച്ചുവോ ഫലഹു മാ സലഫ്. നേരത്തെ വാങ്ങിയ പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതോനെടുത്തോട്ടെ. ഒരാള് പലിശ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് ഒരാൾ പലിശ ഇടപാട് നടത്തിയിട്ടുണ്ട്, മുസ്ലിം ആയി, അപ്പൊ പലിശ പാടില്ല എന്ന് മനസ്സിലാക്കി. മുസ്ലിം ആകുന്നതിന് മുമ്പ് അയാൾ ഒരുപാട് പലിശ ഇടപാട് നടത്തിയ ആളാണ് എങ്കിൽ ആ വാങ്ങിയ പലിശ ആൾ തിരിച്ചു കൊടുക്കേണ്ടതില്ല, അത് സാധ്യമാകണമെന്നില്ല. പലപ്പോഴും ഖുർആൻ പറഞ്ഞു വലഹു മാ സലഫ്, മുമ്പ് നടത്തിയ ഇടപാടുകൾ അവൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അത് എടുത്തോട്ടെ. എന്നാൽ അംറുഹു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് അവന്റെ മടക്കം എന്നത് അവൻ ഓർക്കണം. അതെന്താ കാരണം? അവൻ ആദ, ഇനി വീണ്ടും അവൻ പലിശ ഇടപാടിലേക്ക് തിരിച്ചുപോയാൽ ഫൗലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിന്റെ ആളുകളാകുന്നു, നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും എന്ന താക്കീത് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. അപ്പോ ഇങ്ങനെ ശക്തമായ താക്കീതുകൾ, അതുപോലെ തന്നെ ശിക്ഷകൾ, ഹറാമാണെന്നതിന് സംശയരഹിതമായ കൽപ്പനകൾ, ഇതൊക്കെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സത്യവിശ്വാസി ഈ തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ സാധ്യമല്ല എന്നതാണ് പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും മാത്രമല്ല, അതുമായി ബന്ധപ്പെടുന്നവനും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്നു. ഇത് നമ്മൾ പലപ്പോഴും കേട്ടതായിരിക്കും. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. നബി ശപിച്ചു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ശാപമാണ്. കാരണം നബിന്റെ സ്വന്തം അഭിപ്രായമായിട്ട് ആരെയും ശപിക്കൂല. അപ്പൊ നബി ശപിക്കുന്നത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ്. നബി ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ മാത്രമല്ല, ഏത് ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ നബി ശപിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന നബിയുടെ അറിയിപ്പാണ്, പ്രഖ്യാപനമാണ്. അപ്പൊ അത് നബിന്റെ അല്ലേ, പോട്ടെ എന്ന് വെക്കാൻ പറ്റൂല. ആരാ? ആഖില റിബ, പലിശ തിന്നുന്നവൻ നബി ശപിച്ചിരിക്കുന്നു. വമൂക്കിലഹു, പലിശന്റെ മുതൽ വേറൊരുത്തനെ തീറ്റിപ്പിക്കുന്നുവോ, അപ്പൊ ബാപ്പ വാങ്ങിയിട്ട് ഉമ്മ വാങ്ങിയിട്ടത് മക്കളെ തീറ്റിപ്പിച്ചാൽ തീറ്റിപ്പിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വേറൊരാളുടെ പൈസ വാങ്ങിയിട്ടത് മക്കളെ തീറ്റിപ്പിക്കുക പലിശ. വകാതിബഹു, പലിശ എഴുതി വെക്കുന്നവൻ, ബാങ്ക് ജോലി ചെയ്യുന്നവൻ, അവിടെ ക്ലർക്കോ അറ്റൻഡറോ മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ എന്തായിരുന്നാലും ശരി, പലിശ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നവൻ. ബാങ്കിലായിക്കൊള്ളുന്നില്ല, ഇനി സ്വകാര്യ സ്ഥാപനമാണ്, പല സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പലിശ ഇടപാടുകൾ നടക്കുന്നു. അതിന്റെ എഴുത്തുകുത്തുകാരൻ എന്ത് കണക്കാണെങ്കിലോ ആ പലിശന്റെ കണക്ക് എഴുതി വെക്കുന്നവൻ. അപ്പൊ ഒരു ക്ലർക്കാണെങ്കിലും അവിടുത്തെ സെന്ററോ എന്താണെങ്കിലും ശരി. വശാഹിദൈഹി, പലിശയുടെ സാക്ഷികൾ, രണ്ട് സാക്ഷികൾ. ജഡ്ജിക്ക് രണ്ട് സാക്ഷിയാണല്ലോ, ഇനി അതിൽ കൂടുതൽ സാക്ഷി ഉണ്ടോ? അപ്പൊ ഇപ്പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ നബിയുടെ ശാപത്തിന് വിധേയമാകുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ബാങ്കുകളിൽ പോലും മുസ്ലിങ്ങളായ ആളുകൾ ധാരാളമായി ജോലി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് അനുവദനീയമാണ് എന്ന് പത്ത് കൊടുക്കാനും ആളുണ്ട് എന്നതാണ് നാം ഗൗരവത്തിൽ കാണേണ്ടത്. അപ്പൊ ഈ കടുത്ത തിന്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇതിന്റെ അനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ഒരു ഒറ്റ വാചകത്തിൽ മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. വായ്പ കൊടുത്ത് തിരിച്ച് വാങ്ങുമ്പോ അവധിക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോ കൂടുതൽ വാങ്ങിയാൽ അതാണ് പലിശ. ഇന്നിപ്പോ ബാങ്കിൽ നടക്കുന്ന പലിശകൾ അതാണ്. ആളുകൾ അടുക്കലുള്ള വട്ടിപ്പലിശക്കാരുടെ ബ്ലേഡ് കമ്പനി എന്നൊക്കെ നടത്തുന്ന പല പേരിൽ അറിയപ്പെടുന്ന പലിശ ഇടപാടുകളൊക്കെ ഈ തരത്തിലുള്ളതാണ്. അവധിക്ക് വായ്പ കൊടുക്കുക, അവധി തെറ്റിച്ചാൽ പലിശ വാങ്ങുക. ഇനിയല്ല, കൊടുക്കുമ്പോൾ തന്നെ ഇത്ര അവധിക്ക് തരുമ്പോ ഇത്ര പലിശ തരണം എന്ന് പറയുക. ഇനി അവധിക്ക് കൊടുത്തു, അവധിക്ക് അയാൾ തരാൻ പറ്റൂലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക, എന്നിട്ടും തരാൻ പറ്റൂലെങ്കിൽ അപ്പൊ പലിശ നേരത്തെ നിശ്ചയിക്കും. അപ്പൊ പിന്നെ അടുത്ത ഘട്ടത്തിൽ ഈ പലിശ കൂടി മുതൽ മുടക്കിലേക്ക് കൂട്ടി അതിന് വീണ്ടും പലിശ കണക്കാക്കുക. ഇങ്ങനെയുള്ള ഏർപ്പാട് ജനങ്ങൾക്കിടയിലുണ്ട്, ജാഹിലിയത്തിലുണ്ടായിരുന്നു, ഇന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ വായ്പ ഇടപാടുകളും പലിശയാണ്. അതുപോലെ തന്നെ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, അളന്നോ തൂക്കിയോ കണക്കാക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ പരസ്പരം കൈമാറുമ്പോൾ, ഉദാഹരണത്തിന് അരി, ഒരു ഇനം പറയാം, അരികൾ തമ്മിൽ കൈമാറ്റം ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ 1 കിലോ 2 കിലോ സാധാ ചോറ് വെക്കുന്ന അരി ഉണ്ട് വിചാരിക്കുക. നമുക്കൊരു കിലോ ബസുമതി അരി കിട്ടണം. അപ്പോ 2 കിലോ അരി അങ്ങോട്ട് കൊടുത്തിട്ട് 1 കിലോ ബസുമതി ഇങ്ങോട്ട് വാങ്ങുന്നു, പലിശയാണ്.
തുല്യായിരിക്കണം. 1 കിലോ അരി കൊടുത്താൽ 1 കിലോ അരി, 1 കിലോ ഗോതമ്പ് കൊടുത്താൽ 1 കിലോ ഗോതമ്പ്, 1 കിലോ പയർ കൊടുത്താൽ 1 കിലോ പയർ, 1 കിലോ വെളിച്ചെണ്ണ കൊടുത്താൽ 1 കിലോ വെളിച്ചെണ്ണ. അപ്പോ ഒരേ അളക്കുകയോ തൂക്കുകയോ ചെയ്ത് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ റൊക്കമായിരിക്കണം. 1 കിലോ അരി അങ്ങോട്ട് കൊടുത്താൽ 1 കിലോ അരി ഇങ്ങോട്ട്. അതിൽ ഏറ്റ വ്യത്യാസം വരുത്തിയാൽ അത് പലിശ. അപ്പൊ ഇന്നിപ്പോ അങ്ങനത്തെ ഒരു ഉപയോഗമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി 1 കിലോ ബസുമതി അങ്ങോട്ട് തരാം, കുറച്ച് കഴിയുമ്പോ 1.5 കിലോ ബസുമതി ഇങ്ങോട്ട് തരണം വിചാരിക്കുക. ഒരേ അരി തന്നെ, അതും പലിശയാണ്. കാരണം എന്താ, 1 കിലോന് 1 കിലോ വാങ്ങാൻ പാടുള്ളൂ, അത് പലിശയായി. ഉപ്പ് വരെ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമ്പത്തിനും പറഞ്ഞു. ജ്വല്ലറിയിൽ സാധാരണ പോയിട്ട് പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങും. അത് പറ്റും. പഴയ സ്വർണം അങ്ങോട്ട് കൊടുക്കുക, അതിന്റെ വില കണക്കാക്കുക, അത് വിറ്റ് അയാൾക്ക് അതിന്റെ പൈസ അങ്ങോട്ട് വാങ്ങി, എന്നിട്ട് കിട്ടിയ പൈസക്ക് എത്ര പുതിയ സ്വർണം കിട്ടുമോ ആ സ്വർണം വാങ്ങാം. ഇങ്ങനെ ഒരു ഏർപ്പാട് ഇന്ന് ഒരു ജ്വല്ലറി നടക്കേണ്ട സംശയം. നമ്മൾ പോയിട്ട് എന്താ ചെയ്യുക, നമ്മുടെ പഴയ സ്വർണ്ണക്കൾ ഊരിച്ചു കൊടുക്കും, തൂക്കി അതിന് ഇത്ര പൈസ ഉണ്ട് പറയും, നമുക്ക് ഇത്ര പുതിയ വേണം, പുതിയത് എടുക്കും, എന്നിട്ട് അത് തട്ടിക്കേച്ചിട്ട് എത്ര ഉണ്ടോ അത്ര നമുക്ക് തരും. ഇത് പലിശയാണ്. തുല്യമായിരിക്കണം. 10 ഗ്രാം പഴയ സ്വർണം അങ്ങോട്ട് കൊടുത്താൽ 10 ഗ്രാം പുതിയ സ്വർണം അങ്ങോട്ട് തരുമെങ്കിൽ അത് പലിശയല്ല. 10 പവൻ അല്ലെങ്കിൽ 10 ഗ്രാം പഴയ സ്വർണം അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ തന്നത് പഴയതാണ്, അങ്ങോട്ട് തരുന്നത് പുതിയതാണ്, അതുകൊണ്ട് 9 ഗ്രാമേ പുതിയതുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ 1 ഗ്രാം പലിശയാണ്. ഏത് ജ്വല്ലറിയിലാണ്? ജ്വല്ലറി നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, പരിശോധിച്ചു നോക്കൂ. ഇനി സ്വർണം അങ്ങോട്ട് കൊടുക്കുന്നു, വെള്ളി പിന്നെ കൊടുക്കാമായിരുന്നു പറയുന്നു, അപ്പോഴാണെങ്കിൽ പറ്റും. അത് തുല്യമാണെന്നില്ല, കാരണം 2 തരം വസ്തുക്കളാണ്. എന്നാൽ 10 ഗ്രാം സ്വർണം അങ്ങോട്ട് വാങ്ങുന്നു, ഇതിന് തുല്യമായ വെള്ളി അങ്ങോട്ട് തരാം, പിന്നെ തരാം, പറ്റൂല. പിന്നേക്കുള്ള ഏർപ്പാടില്ല, റൊക്കമായിരിക്കണം. 10 പവൻ സ്വർണം കല്യാണത്തിന് ജ്വല്ലറി പോയി വാങ്ങുന്നു, ജ്വല്ലറിക്കാരന് പറയും ഇപ്പൊ പൈസ അല്ല, ഒരു 2 ലക്ഷം പിടിച്ചോളി, ബാക്കി ഞാൻ 6 മാസം ഒരു കൊല്ലം കയറ്റി തരാം. പലിശയാ. പൈസ ഉണ്ടോ വാങ്ങിയാൽ മതി, സ്വർണം വായ്പക്ക് വാങ്ങണ്ട. 10 പവന് പൈസ ഉണ്ടോ വാങ്ങാം. അപ്പൊ ഇത് പലിശ ഇനത്തിൽ പണ്ഡിതന്മാർ വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ട്, വേറെത്തിന്റെ വീടുണ്ട്, നമുക്ക് വീടില്ല, വീട്ടിൽ താമസിക്കണം. അപ്പൊ എന്തായി, നമ്മുടെ കയ്യിൽ 5 ലക്ഷം ഉണ്ട്, ഈ വീടിന്റെ മലയാളിക്ക് വായ്പ കൊടുക്കുക, അത് പറ്റും. പക്ഷേ ആ കൊടുത്ത 5 ലക്ഷം കൊടുത്തതിന് പകരം അയാളുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു വാടക കൊടുക്കാതെ. ഇത് നാട്ടിൽ സാധാരണ നടക്കാൻ ലീസിന് എടുക്കാന്നറിയും, അത് പലിശയാണ്. വായ്പ മുതൽ പണയം വെച്ച വസ്തു ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ആ പൈസ നമ്മൾ ആർക്ക് പൈസ കൊടുത്തുവോ ആ നമുക്ക് തരുന്ന നമുക്ക് വീട് തരുന്നു, നമ്മൾ കൊടുത്തത് വായ്പയാണോ, ആ വായ്പന്റെ പേരിലുള്ള ഉപകാരമാണ് നമ്മൾ ഇയാളുടെ വീട് താമസിക്കാൻ എടുക്കാന്നുള്ളത്, താമസം തരിക എന്നുള്ളത്. വാടകല്ലാതെ, വാടക ഉണ്ടൊക്കെ പറ്റും. വാടക കൃത്യമായ വാടക വാങ്ങണം, സാധാരണ റേറ്റ് എന്താണോ അത്. അതിൽ എന്തെങ്കിലും ഇളവ് വരുത്തിയാൽ പോലും അത് അനാവശ്യമാണ്, പലിശയാണ്. അതുപോലെ തന്നെ കടകളിൽ പരസ്യങ്ങൾ ഉണ്ടാവും, ഇത്ര പൈസ തന്നാൽ, നിങ്ങൾ ഓരോ മാസത്തിൽ ഇത്ര പൈസ തന്നാൽ നിങ്ങൾക്ക് സ്വർണം ആവശ്യമുള്ളപ്പോൾ തരാം. എത്ര? നിങ്ങൾ പൈസ തന്നപ്പോൾ എന്താണോ വില ആ വിലക്കുള്ള സ്വർണം, അല്ലേ? അങ്ങനത്തെ പരസ്യം ഉണ്ടല്ലേ. വില കൂടിയാൽ നിങ്ങൾക്ക് സ്വർണം ആവശ്യമുള്ളപ്പോൾ കൂടിയ വില ഞങ്ങൾ പരിഗണിക്കുകയില്ല, ആ പൈസ അല്ല കണക്കാക്കുക. നിങ്ങൾ തന്നപ്പോ എത്രയാണ്? ഇപ്പൊ 90,000 ഉണ്ട്. അപ്പൊ 50,000 ഉള്ള സമയത്ത് നമ്മൾ പൈസ കൊടുത്തു വിചാരിക്കുക, ഇപ്പൊ 90,000 ഉള്ളപ്പോഴാണ് നമുക്ക് 10 പവൻ ആവശ്യമുള്ളത്, നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞു നേരത്തെ, എങ്കിൽ 90-നല്ല നമുക്ക് തരുന്നത്, അന്ന് പൈസ കൊടുത്തപ്പോൾ 50,000 നമുക്ക് തരുന്നു. ഇത് പലിശയാണ്. ഇതിലൊക്കെ മുസ്ലിങ്ങൾ പോയി കൂടുണ്ട്. കടകളിൽ ജ്വല്ലറികളിലൊക്കെ പൈസ കൊണ്ട് നിക്ഷേപിക്കും, 2 ലക്ഷം 1 ലക്ഷം തരാം, നിങ്ങൾക്ക് മാസത്തിൽ 1 ലക്ഷത്തിന് 2,500 രൂപ ലാഭം തരാം എന്ന് പറഞ്ഞാൽ അത് പലിശയാണ്. നേരെ മറിച്ച് അയാൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 2%, 5%, 8%, 10% കണക്കാക്കി തരികയാണെങ്കിൽ, ശതമാന കണക്കിലാണെങ്കിൽ അത് പലിശയല്ല. മറ്റെന്താ, എന്നും സ്ഥിരം സംഖ്യയാണ്, അത് പലിശയാണ്. ഇങ്ങനെ ഒരുപാട് ഇനങ്ങൾ ഇതിൽ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും വീടുണ്ടാക്കാനും ചികിത്സക്കും ഇൻഷൂറായും ഇപ്പൊ നോർക്കന്റെ കീഴിൽ ഉള്ള ഇൻഷൂറുകൾ, ഇങ്ങനെയുള്ള പല ഇടപാടുകളുണ്ട്. ഇതൊക്കെ നിരന്തരം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ശിക്ഷകൾ, താക്കീതുകൾ, ആ പറഞ്ഞ 2 ആയത്തുകളിൽ അള്ളാഹുവിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുക എന്ന താക്കീത് നമ്മൾ ഓർക്കുക. അള്ളാഹു